ഇതിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും ജോലിക്ക് പോയിട്ടൊക്കെ നൈസായിട്ട് സമാധാനപരമായിട്ട് വീട്ടിൽ വരുമ്പം പെട്ടെന്ന് ഒരു വഴക്കങ്ങോട്ട് ഉണ്ടായിരുന്നു. പെട്ടെന്ന് അത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയൊരു കാര്യം മതി, നിസ്സാര കാര്യത്തിന് വഴക്കായി നാട്ടുകാരൊക്കെ വന്ന് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്താണ് ഈ സംഭവം. അപ്പോൾ ഓർക്കുക, നിങ്ങൾ ഈ കലയിക്കുമ്പോൾ ഈ കൂടെ വന്ന് നോക്കി നിൽക്കണ ഏതോ ഒരുത്തൻ അതിനകത്തുണ്ട്. ഈ ചെയ്ത കൂട്ടത്തിലുള്ളവരുടെ കൂട്ടത്തിൽ അവനുമുണ്ട്, അവനും കണ്ട് രസിക്കുകയാണ്. അപ്പം ഈ നെഗറ്റീവ് എനർജി എന്ന് പറയണത് വളരെ സത്യമുള്ള കാര്യമാണ്. കാരണം ഈ ക്ഷുദ്രപ്രയോഗം ചെയ്തിട്ട് കഴിഞ്ഞാൽ 7-ാം നാൾ മുതൽ പണി തുടങ്ങും. അത് എടുത്തു കളയും വരെ പണിയായിരിക്കും. പിന്നെ നമുക്ക് എന്തെങ്കിലും അമ്പലത്തിൽ പോയി എന്തെങ്കിലും വഴിപാട് ചെയ്താൽ ഒരു പരിധി വരെ ശമനം കിട്ടും. അല്ലാത്ത പക്ഷം വീണ്ടും വീണ്ടും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. പിന്നെ എന്നെ കളിയാക്കേണ്ടവർക്ക് തീർച്ചയായും നിങ്ങൾക്ക് കളിയാക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് കളിയാക്കാം. പക്ഷേ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് പറയണത്. നമ്മൾ എടുത്ത സ്ഥലത്തു നിന്നൊക്കെ, ഇത് മാന്തി എടുത്ത സ്ഥലത്തു നിന്നൊക്കെ വീട്ടുകാരോട് അവർ അനുഭവം തിരക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങളാണ് പറയണത്. നിസ്സാരമാക്കി കളയല്ലേ ഗൈസ്. അപ്പം ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ തമ്മിലടിക്കാനോ ആരെയും പോയി ചോദ്യം ചെയ്യാനോ ഒന്നുമല്ല ഇപ്പം ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുക. ഇത് തികച്ചും പരിശുദ്ധമായ ഒരു സത്യമാണ് ഈ നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. അതൊരു കർമ്മി, ഈ ക്ഷുദ്രപ്രയോഗം പഠിച്ച ഒരു കർമ്മി, അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ യഥാർത്ഥ ഒരു കർമ്മിയാണെങ്കിൽ ചുമ്മാ കാശിന് മേടിച്ചിട്ട് ഒരു ബിസിനസ് എന്നുള്ള രീതി കാശ് മേടിച്ച് ചെയ്യുന്ന ആളല്ല. അറിയാവുന്നവർ ചെയ്ത് അച്ചിട്ടാണ് അദ്ദേഹം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുക. ഇതിനപ്പുറത്തെ കാര്യങ്ങളുണ്ട്, അതൊന്നും പറയുന്നില്ല, അതൊക്കെ സംഭവിക്കാം. ഇനി വേണമെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പം ഈ നിങ്ങൾ ഒരു കുഞ്ഞ് ജനിച്ച്, അല്ലെങ്കിൽ ഒരു ഭാര്യ ഗർഭിണിയായി, ഒരു പെൺകുട്ടി ഗർഭിണിയായി, പെട്ടെന്ന് ഒരു കാര്യമില്ലാതെ ആ കുഞ്ഞ് വയറ്റിൽ നിന്ന് നശിച്ചു പോയി, അല്ലെങ്കിൽ രണ്ടാമത് പോയി, വീണ്ടും നശിച്ചു പോയി. അപ്പോഴും നിങ്ങൾ ഡോക്ടർമാരെ അവരെ ഇവരെയും കുറ്റം പറയാതെ അറിയാവുന്നൊരു കണിയാനെ പോയി കണ്ട് നോക്കിക്കുക. ഇതിനകത്ത് അറിയാവുന്ന ഒരാളാണെങ്കിൽ അദ്ദേഹം നോക്കും. ഇതിനകത്ത് കടുത്ത രീതിയിലുള്ള കർമ്മമാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരോടും പറയും. വീണ്ടും അദ്ദേഹം കർമ്മങ്ങൾ, നമ്മൾ ചെയ്യേണ്ട വഴിപാടുകളൊക്കെ പറഞ്ഞു തരും. എന്നിട്ട് നോക്കും. അപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും ഇത് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയും. അല്ലാത്ത കുറേ ഞാനീ പറഞ്ഞ ഈ സോഷ്യൽ മീഡിയയിൽ തരംഗമാകാൻ നടക്കുന്ന കുറേ നാറുകളുണ്ട്. അവർ കുറേ വഴിപാടൊക്കെ എഴുതി തരും, എന്നിട്ട് കാശും മേടിച്ച് പോക്കറ്റ് വെച്ച് പോകും. അത് കുറേയൊക്കെ ചിലപ്പം ഫലിക്കും, കുറേയൊക്കെ ഒന്നുമില്ലാതെ പോകും ഗൈസ്. അപ്പോൾ ഇതൊന്നും അറിഞ്ഞിരിക്കുക. എത്ര പറയാനുള്ളത് ഗൈസ്.